ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു വളരെ പ്രഗത്ഭനായ ഒരാളാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ഡാനിയൽ അച്ഛനുമായിട്ട് ഒരിക്കൽ സംസാരിക്കുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വിഷ്ണു ഒരു പുതിയ ബുക്ക് വന്നിട്ടുണ്ട്, യു ഷുഡ് റീഡ് ഇറ്റ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞത് ഗോതമ്പ് മണികളുടെ ഉപമയും കളകളെയും കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ആ കളയുടെ വിത്ത് ഏതാണ്, ആ വിത്തിന് എത്രത്തോളം ആഴത്തിൽ പോകാൻ പറ്റും. അപ്പോൾ ഗോതമ്പ് പറിക്കുമ്പോൾ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ അതിൻ്റെ കൂടെ പറിക്കപ്പെടും. അപ്പോൾ ഈ വിത്തിനെ കുറിച്ച് അതിൻ്റെ അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് അച്ഛൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനൊരു പുസ്തകമുണ്ട്, നീ വായിക്കണം, ബൈബിളിൻ്റെ പശ്ചാത്തല പഠനം എന്നാണ് ബുക്കിൻ്റെ പേരെന്ന് പറഞ്ഞു. ഇത് CMI അച്ഛൻ എഴുതിയ ബുക്കാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് മേടിക്കണം, ഞാൻ അച്ഛനായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആണ് ഈ ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ബുക്ക് വായിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്. ഞാനിത് കുറച്ച് വായിച്ചു തുടങ്ങി. അപ്പോൾ ഇത് വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് പഠിക്കുന്തോറും വിശുദ്ധ ബൈബിളിൽ നമ്മുടെ വിശ്വാസം ഒത്തിരി അങ്ങ് ആഴപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ പറ്റിയപ്പോൾ അങ്ങനെ അച്ഛനുമായിട്ട് ഈ ബുക്കിനെ കുറിച്ച് നമുക്ക് ക്വിക്കായിട്ടൊന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ച് അച്ഛൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ ഫാദർ ജോബിൻ തയ്യിൽ CMI അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ്റെ ബുക്ക് വളരെ മനോഹരമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. താങ്ക് യു. ശരിക്കും നമ്മുടെ സഭയിൽ ഇതൊരു അസറ്റാണ്. കാരണം ബൈബിളിനെ വേറൊരു ആംഗിളിൽ കൂടെ കാണാനും പഠിക്കാനും പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ഒരു അവസരമായിട്ടാണ് ഈ ബുക്കിനെ ഞാൻ കാണുന്നത്. കാരണം ഓരോ വചനങ്ങൾ എടുത്തിട്ട് അച്ഛൻ അത് എഴുതിയിട്ടുണ്ട്. ബിഫോർ ദാറ്റ് അച്ഛനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അച്ഛൻ്റെ ഡിഗ്രി, അച്ഛൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ബയോകെമിസ്ട്രി, ഒരു സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം അച്ഛൻ ഇപ്പോൾ ഡോക്ടറേറ്റ് ചെയ്യുകയാണ് ഇൻ സ്ക്രിപ്റ്റ്സ്, ഇറ്റലിയിൽ. അച്ഛനെ കുറിച്ചൊരു ഇതിൽ കൂടുതൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഒരു 2 വാക്ക് അച്ഛൻ ഒന്ന് പറഞ്ഞ് നമ്മുടെ ഓഡിയൻസിനൊന്ന് പറയാമെങ്കിൽ അച്ഛൻ്റെ നാടും അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. ബി റിയലി ഹെൽപ്ഫുൾ. എൻ്റെ വീട് റാന്നി അടുത്ത് ചുങ്കപ്പാറ എന്നുള്ള സ്ഥലത്താണ്. ഇപ്പോൾ ഞാൻ റോമിൽ ഡോക്ടറേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഒരു കോളേജിൽ, മൂലമറ്റം സെൻറ് ജോസഫ് കോളേജിൽ ഒരു 5 വർഷം പഠിപ്പിച്ചു. 5 വർഷം പഠിപ്പിച്ചപ്പോൾ മനസ്സിലായി എൻ്റെ ജോലി ഇത്, എൻ്റെ ദൈവം വിളിച്ചേക്കുന്ന ഇതല്ല, അല്പം കൂടെ ബൈബിള് പഠിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ചോദിച്ച് ഞാൻ ബൈബിള് പഠിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ കൂട്ടത്തില് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നേരം പോക്ക് പോലെ എഴുതിയ ഒരു പുസ്തകമാണിത്. അതാണ് ഈ ബൈബിൾ പശ്ചാത്തലം എന്നുള്ള ഒരു പുസ്തകം. ഓക്കെ, താങ്ക് യു അച്ഛാ. ഈ ബുക്കിന് ഞാനിങ്ങനെ കാണുമ്പോഴേ ഇതിനകത്ത് കാണുന്നത് സുവിശേഷങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് ഈ ബുക്കിൽ. അതായത് 4 സുവിശേഷങ്ങളും ഓരോ വചനങ്ങൾ എടുത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം ഈ ബുക്ക് ഉണ്ടാകാനുള്ള കാരണം, എന്തുകൊണ്ട് ഇങ്ങനൊരു ബുക്ക് വന്നു, ഇത് എവിടെ നിന്ന് തുടങ്ങി, ഇത്രയും വചനങ്ങൾ എത്ര നാളുകൊണ്ട് എഴുതി തീർത്തു, ഇതിന്ന് അച്ഛൻ നമ്മളോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമുക്ക് ഡാനിയൽ അച്ഛനിൽ നിന്ന് തുടങ്ങാം. ഡാനിയൽ അച്ഛൻ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, വചനത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് ലോഗോസ്, 2 റേമ. ലോഗോസ് നമുക്ക് കിട്ടിയേക്കുന്ന ദൈവത്തിന്റെ വചനം, ബൈബിള്. റേമ എന്ന് പറയുന്നത് നമ്മളോട് സംസാരിക്കുന്നത്. ഇത് രണ്ടും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇതിന് മുമ്പ് ഇതിനൊരു അവസ്ഥയുണ്ട്. അതിന് പറയുന്ന പേര് കെരിഗ്മ എന്നാണ്. കെരിഗ്മ അതായത് ഈശോ അത് പറഞ്ഞപ്പോൾ, ഈ ബൈബിള് പറഞ്ഞപ്പോൾ ആ വചനത്തിന്റെ രൂപം കെരിഗ്മ എന്നാണ് അതിന്റെ പേര്, പ്രൊക്ലമേഷൻ. അത് നമുക്ക് ഇനിയും കിട്ടാൻ വഴിയില്ല. കാരണം എന്താണ്, അത് ആ ഒരു കാലഘട്ടത്തിൽ 33 വർഷം അല്ലെങ്കിൽ 3 വർഷം, ആ വർഷമാണ് അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് മാത്രമേ കെരിഗ്മ കിട്ടിയിട്ടുള്ളൂ. അത് ആ വചനത്തിന്റെ ഏറ്റവും, കാരണം ഈശോയുടെ വായിൽ നിന്ന് തന്നെ വരുന്നത് ആ വചനം കെരിഗ്മയാണ്. അത് നമുക്ക് ഇനിയും കിട്ടാനായിട്ട് സാധ്യതയില്ല, വഴിയില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് പോയി അവിടെ പോയിരുന്ന് നമ്മുടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, മൊബൈലുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, അതെല്ലാം മാറ്റി വെച്ചിട്ട് അവിടുത്തെ ഒരു പാവപ്പെട്ട യഹൂദൻ എങ്ങനെയാണോ ഈ വചനം സ്വീകരിച്ചത്, ആ വചനം അതുപോലെ സ്വീകരിക്കുമ്പോൾ ആ കെരിഗ്മയുടെ ഒരു കുറച്ച് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈശോയുടെ വായിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ബാക്കിയല്ല, ഈശോ ആ പശ്ചാത്തലം എന്താണ്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട്, അവരുടെ മെന്റാലിറ്റിയിൽ നിന്നുകൊണ്ട് അതിനെ കേൾക്കുമ്പോൾ ആ കെരിഗ്മ പോലെ നമുക്ക് കിട്ടും. അപ്പൊ അതാണ് ഇത് ഞാൻ കൺവേ ചെയ്യാനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞപ്പെട്ടത് മനസ്സിലാകും. ഈശോ പറഞ്ഞു മത്തായി 21:42 പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ് മുലക്കല്ലായി മാറി തീർന്നിരിക്കുന്നു.
ഉം. ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ മൂലക്കല്ല്, നമ്മുടെ വലിയ കെട്ടിടത്തിന്റെ മൂലക്ക് എവിടെയോ ഉള്ള ആരും അറിയാത്തൊരു കല്ല് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അന്നത്തെ കല്ല്, മൂലക്കല്ല് എന്ന് പറയുന്നത്, മൂലക്കല്ല് എന്ന് പറയുന്നത് തലക്കല്ലാണ്. ഓക്കെ. റോഷന എന്നാണ്. റോഷ എന്ന് പറഞ്ഞാൽ തല, ഷന എന്ന് പറഞ്ഞാൽ കല്ല്, തലക്കല്ല് എന്നാണ്. ഇപ്പൊ ഇന്നത്തെ പോലെ അന്ന് കമ്പിയൊന്നും ഇല്ല. ഉം. അവര് കല്ലുകൾ വെച്ചാണ് ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോഴിങ്ങനെ ഒരു പാലം ഉണ്ടാക്കുന്ന വിചാരിക്കുക, ഒരു ചെറിയൊരു കുറുകെ ഒരു പാലം ഉണ്ടാക്കണം. അപ്പൊ ഉം. ആ പാലം ഉണ്ടാക്കണമെങ്കിൽ രണ്ട് സൈഡിലും ഇങ്ങനെ കല്ലെടുക്കി വെക്കും. ഇങ്ങോട്ടുള്ളിടത്ത് ഇങ്ങനെ കല്ല് രണ്ട് സൈഡിലും അടുക്കി അടുക്കി വലിയ കല്ലുകൾ കൊണ്ടുവന്നിട്ട് ഉം. ഈ നടുക്കൊരു കല്ലുണ്ട്. ഉം. അതുവരെ ഇതെല്ലാം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഈ നടുക്കുള്ള കല്ല് അത് കറക്റ്റ് വരുവാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ അടുങ്ങിയിരിക്കും, ഒരിക്കലും അത് മാറുകയില്ല. ഓക്കെ. ആ കല്ലാണ് മൂലക്കല്ല് അല്ലെ തലക്കല്ല്, റോഷന എന്ന് പറയുന്നത്. ഉം. അപ്പോഴ് അത് അതുകൊണ്ട് പലത് വന്നാൽ മാത്രമേ അത് ശരി. അതുകൊണ്ടാണ് പലത് അവർ കൊണ്ടുവരും. അത് ഉപേക്ഷിച്ച് കളയുന്നത്, കുറെ എണ്ണം ഉപേക്ഷിച്ച് കളയും, കാരണം കറക്റ്റ് വന്നാലേ പറ്റുള്ളൂ. അപ്പൊ ഓക്കെ. അതാണ് തലക്കല്ല്. അത് വന്നാൽ പിന്നെ ഇതെല്ലാം റെഡിയാണ്. അപ്പൊ നമുക്ക് ഈ മൂലക്ക് എവിടെ ഇരിക്കുന്ന കല്ലാണ്, പക്ഷെ അവർക്കത് തലക്കല്ലാണ്. തലക്കല്ല് വന്നാല് പിന്നെ ഒന്നും അനക്കമില്ല. അതുവരെ ഈ പ്രശ്നം ഉണ്ടാകും, അതുവരെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകും, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഈ തലക്കല്ല് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നമല്ല ഒന്ന് അവിടെ ഉണ്ടാവും, പക്ഷെ ഒന്നും അനങ്ങുകയില്ല, ഒന്നും നമ്മളെ ശല്യപ്പെടുത്തുകയില്ല, ഒന്നിനും മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഈ തലയിൽ ഈ കല്ല് വരണം. അപ്പൊ അത് ഞാൻ പറഞ്ഞതാണ്. ഇത് നമുക്ക് ഇന്ന് ഈശോ ഈ ഒരു കെരിഗ്മ വന്നപ്പോൾ, അല്ലെ പ്രൊക്ലമേഷന്റെ സമയത്ത് അവർക്ക് മനസ്സിലായത് അതാണ്. ഉം. പക്ഷെ നമുക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കത് കിട്ടാനായിട്ട്, നമുക്കിത് മൂലക്കല്ലെന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ എങ്കിലും അങ്ങനെ അതിൽ ചെന്ന് ആ പ്രൊക്ലമേഷൻ, ആ കെരിഗ്മ നമ്മളിങ്ങനെ സ്വീകരിക്കുമ്പോൾ അത് പ്രത്യേക ഒരു ബ്യൂട്ടി ഉണ്ട് എന്ന് തോന്നുകയാണ്. അതാണ് നമ്മൾ ഈ ബുക്കിലൂടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്, ആ കെരിഗ്മയിൽ, ഈശോയുടെ ആ കെരിഗ്മയിൽ എത്തുക. ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ കാലഘട്ടത്തിലുള്ള ജൂയിഷ് കൾച്ചർ, അതുപോലെ ആ സാഹചര്യം, അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അന്നത്തെ ലോ, റബാനിക് ജുദായിസത്തെ അല്ലെങ്കിൽ ജുദായിസത്തിന്റെ തന്നെ പല കാര്യങ്ങൾ ഒക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് കൂടുതൽ വിശ്വാസത്തിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഴപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അച്ഛൻ ഒരു 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 ചോദ്യം, ഇതെന്തുകൊണ്ടാണ് ഒരു ചോദ്യോത്തര രീതിയിലേക്ക് അച്ഛൻ മാറ്റാനുള്ള കാരണം? ഈ ബുക്ക് എല്ലാം ഒരു വചനം ഒരു ചോദ്യമായിട്ടാണ്, അതിനൊരു ഉത്തരം വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഒരു മോഡിലോട്ട് മാറിയത്? ഇത് ഞാൻ വിചാരിക്കുന്നത് ഒരു ദൈവം തന്ന ഒരു മെത്തഡോളജി കൂടിയാണ്. ഓക്കെ. ഇത് കാരണമായത് നമ്മുടെ കോവിഡ് ആണ്. അപ്പൊ ഞാൻ ആ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയൊക്കെ ഒരുങ്ങുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂര് ബൊമ്മനഹള്ളി എന്ന് പറഞ്ഞൊരു പാരിഷിന്റെ അസിസ്റ്റന്റ് വികാരിയായിരുന്നു അവിടെ. അപ്പൊ അവിടെ അപ്പോഴാണ് പെട്ടെന്ന് കോവിഡ് വന്നെല്ലാം അടയ്ക്കുന്നത്. അപ്പൊ അന്ന് യൂത്തിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ ഞങ്ങള് ഞായറാഴ്ചകളിൽ ഇപ്പൊ യൂത്തിന് പരിപാടി വേണമല്ലോ എന്ന് ഓർത്ത് അവരോട് ഇങ്ങനെ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പം നമുക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, വിശ്വാസത്തെ കുറിച്ചോ ബൈബിളിനെ കുറിച്ചോ ഒക്കെ ചോദ്യം ചോദിക്കുക, അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അവരങ്ങനെ കുറെ അന്ന് കുറെ ചോദ്യങ്ങളൊക്കെ എഴുതി അത് നേരത്തെ തരും. അപ്പൊ ഞാനത് ഒരുങ്ങും, എന്നിട്ട് അത് അവരോട് പറയാം, ഞായറാഴ്ച ഞങ്ങൾ മീറ്റിംഗ് പറയും. അങ്ങനെ കുറച്ച് നാൾ പോയി. അപ്പൊ അന്നേരം ഈ ഒരു ചോദ്യം ഉത്തരം, അവർ ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക. ഇപ്പൊ ഞാൻ മാത്രമല്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരും പറയും. അപ്പൊ അന്ന് ആ കോവിഡ് സമയത്ത് അന്ന് ദൈവം ഉയർത്തിക്കൊണ്ട് വന്ന ഒരു മെത്തഡോളജി അങ്ങ് ഫോളോ ചെയ്തു എന്നുള്ളേ ഉള്ളൂ. അപ്പൊ അത് ദൈവം തന്നതായിട്ടാണ് ഞാനത് കരുതുക. ശരി. പക്ഷെ ഇതൊരു എനിക്ക് തോന്നുന്നു, അപ്പം അതുകൊണ്ട് തന്നെ ഈ ബുക്ക് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ സാർ? അതൊരു പൂർണ്ണ വായിച്ചു പോയി നമ്മൾ മറന്നു പോകുന്നതിനെക്കാട്ടി നല്ലത് സംശയമുള്ള ഭാഗങ്ങൾ എടുത്ത് വായിക്കാനും ഒരു ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം കിട്ടുന്ന രീതിയിലാണ് ഇത് നരേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി ആയിട്ടാ തോന്നിയത്. എത്ര നാളെടുത്ത ഈ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി? കാരണം ഇതിനകത്ത് 4 സുവിശേഷങ്ങൾ, ഇത്രയും വചനങ്ങളുണ്ട്, അതെല്ലാം ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി അതിനുള്ള ഒരു സമ്മറിയും സ്ഥലവും സാഹചര്യങ്ങളും അതിന്റെ ഹിസ്റ്ററിയും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു വലിയ സംഭവം ഇങ്ങനെ കൊണ്ടുവരാൻ എത്ര നാളെടുത്തു? അത് നമ്മൾ സംഭവത്തെക്കാട്ടും കൂടുതൽ ഒരു ദിവസം ഒന്നേ കിട്ടുകയുള്ളൂ. അത് ഞാൻ പലപ്പോഴും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് ഒന്നൊന്നാണ് എഴുതാൻ. പക്ഷെ നമുക്ക് ദൈവം തരുന്ന ഒരു ദിവസം ഒരെണ്ണേ തരുവുള്ളൂ. ഒരു ചോദ്യത്തിന് ഉത്തരവേ തരുവുള്ളൂ. ദൈവം തരുന്ന പോലെയല്ല, നമ്മൾ വായിച്ചെടുക്കണം. എങ്കിലും
രണ്ടാമത്തെ ഇപ്പം ഒരു ചോദ്യത്തിന് 1 മണിക്കൂർ കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ എത്ര ഇതാണ് കിട്ടിയാൽ തന്നെ 2-3 മണിക്കൂർ നമ്മൾ തപ്പിയാലേ കിട്ടുകയുള്ളൂ. അപ്പൊ ദൈവം ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ക്രമീകരിച്ച് ഇതിപ്പം നമുക്ക് വേണ്ടി കൂടിയാണല്ലോ, നമ്മുടെ വിശ്വാസം വളരണം. അപ്പൊ അതിനുവേണ്ടിയാണല്ലോ. അപ്പൊ ഒരുപക്ഷെ എനിക്ക് തന്നെ തന്നതായിരിക്കാം. അപ്പം അത് ഒരു ദിവസം ഒരു ചോദ്യം എന്ന രീതിയിൽ അത്രയും ദിവസം എടുത്തു. ഏകദേശം 1350ഓളം ചോദ്യങ്ങളുണ്ട്. അപ്പൊ 2-3 അത്രയും വർഷം സമയം എടുത്തത് ഏകദേശം ഒരു 4 വർഷത്തെ 3-3.5 പണിയാണ്. വർഷത്തോളം എടുത്തു. അല്ലേ സർ? അതെ 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 3-4 ഇയേഴ്സിന്റെ വർക്കാണത്. അത് ശരിക്കും ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെയാ. നമ്മൾ ഭാഗ്യം ചെയ്തു വരച്ചു. കാരണം ഇത്ര വലിയൊരു കണ്ടന്റ് നമുക്ക് ഈ ബുക്കിൽ കിട്ടും. അച്ഛൻ ഇത്ര നാളത്തെ എഫേർട്ട്. എല്ലാ ബിബ്ലിയോഗ്രഫിയും പുറത്തു കൊടുത്തു. നിങ്ങൾക്ക് നമുക്ക് കൂടുതൽ വായിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആ പുറകിലുള്ള പുറകിലും ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ വെബ്സൈറ്റോ പുസ്തകങ്ങളോ ഒക്കെ അതിന്റെ പുറകിൽ ഉണ്ട്. ഒരു ഏകദേശം 1800ഓളം പുസ്തകങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാം, അറിയാനൊക്കെയുള്ള ഉണ്ട്. അതുകൊണ്ട് ഒരു ബിബ്ലിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു സോഴ്സ് കൂടിയാണ്. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ബുക്കിന് പേരിട്ടിരിക്കുന്നത് ഒരു പ്രത്യേക പേരാണ്. അച്ഛൻ തന്നെ പറഞ്ഞ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഹദാർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അച്ഛാ അങ്ങനെ ഒരു പേര്? എന്താണ് അതിന്റെ മീനിങ്, ഹദാർ? ഇതൊരു ഒന്നാമത്തെ കാറ്റഗിസമാണ്. ഇതൊരു ബൈബിൾ സ്റ്റഡി അല്ല, ഒരു കാറ്റഗിസമാണ്. അതായത് പ്രത്യേകിച്ച് യൂത്തിനൊക്കെ ഞാൻ UK-ല് അവിടെ ജനിപ്പിക്കാൻ പോയപ്പോൾ അവിടെ കുട്ടികളൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അവർക്കൊരു കാറ്റഗിസം പോലെയാണ്. അവർ കാറ്റഗിസമാണ്. ഇതിന്റെ പേര് ഹദാർ എന്നാണ്. ഹദാർ എന്ന് പറയുന്നത് നമ്മൾ ഷെക്കീന പോലെ അതേ അർത്ഥം തന്നെയാണ്. ദൈവത്തിന്റെ മഹത്വം എന്നാണ്, ഗോഡ്സ് ഗ്ലോറി. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഈ ഷെക്കീന പ്രധാനമായിട്ടും അവര് മരുഭൂമിയിൽ അവർക്ക് കിട്ടിയ ഒരു ദൈവത്തിന്റെ മഹത്വമാണ്. ഈ ഹദാർ എന്ന് പറയുന്നത് ഇപ്പൊ അവർക്കൊരു ഒരു യുദ്ധം വന്നു. ആ യുദ്ധത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു. അപ്പം രക്ഷിക്കാനായിട്ട് ദൈവത്തിന്റെ ഉദാഹരണം യേശുപ്രവാചകത്തിൽ വായിക്കുന്നുണ്ട്. ഒരു മാലാഹ വന്ന് 1,85,000 അസീറിയക്കാരെ കൊല്ലുന്നുണ്ട്. അപ്പൊ അന്നേരം അവർക്ക് ലഭിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നു എന്നാണ്. അപ്പൊ മാലാഹ ഇറങ്ങി വന്നു എന്നല്ല അവർ പറയുന്നത്, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വിജയം നൽകി. അപ്പൊ അവിടെ എല്ലാം പറയുന്നത് ഈ ഹദാർ എന്ന വാക്കാണ്, ദൈവത്തിന്റെ മഹത്വം. അപ്പം അതാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം. അപ്പൊ അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും. അത് ഒരു ഹീബ്രു വാക്കാണ് ഹദാർ എന്നുള്ളത്. അതാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അച്ഛൻ, ഞാൻ ഇതിനകത്തുള്ള ഒരു 1-2 കാര്യങ്ങൾ ചോദിക്കും. ഇപ്പൊ ഞാൻ ഇതിങ്ങനെ വായിച്ചു വരുമ്പോൾ കണ്ടത്, മത്തായി 2:23 ഒരു പ്രവചനം പറയുന്നുണ്ട്. ആ പ്രവചനം ഏശയ്യ 11:1 ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നെത്സർ എന്ന വാക്കിന് ശാഖ എന്നാണ് അർത്ഥം. ഇത് യേശുവിന്റെ വംശവും മിശിഹായുടെ പ്രതീക്ഷകളുമെല്ലാം ദൃഷ്ടാന്തമാക്കുന്നു. ഈശോ നസ്രത്തിൽ ജനിച്ചത് വലിയൊരു പ്രതീക്ഷയുടെ പൂവണിയിലെ ഈ വാക്ക് മാറുന്നു. ഇതിനെക്കുറിച്ച് അച്ഛൻ അത് പ്രശ്നം ഇതാണ്: ഈശോ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പഴയ നിയമം പൂർത്തിയാകാൻ വേണ്ടിയാണ് നസ്രത്തിൽ പോയി പാർത്തത്. അപ്പൊ ഇത് നമ്മൾ മലയാളം ബൈബിളിൽ എവിടെ വായിച്ചാലും ഈ നസ്രായൻ എന്നുള്ള വാക്ക് പഴയ നിയമത്തിലില്ല. പിന്നെ എങ്ങനെയാണ് ഈ നസ്രായൻ എന്നുള്ള വാക്ക്? അപ്പൊ അത് നമുക്ക് ഹീബ്രു ബൈബിൾ വായിച്ചാലേ കിട്ടുകയുള്ളൂ. അവിടെ യെശയ്യാ 11:1 പറയുന്നുണ്ട്, ജസയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർത്തു വരും, അവന്റെ പേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. അവിടെ ആ മുള എന്ന വാക്കിന്റെ മൂല നത്സർ എന്നാണ്. നത്സർ. അപ്പോഴ് ആ മുള, അതായത് ജസയുടെ എന്നുള്ള ആ മുള എന്ന് പറഞ്ഞാൽ പൊങ്ങി വരുന്ന ആ മുള നത്സർ എന്നാണ്. അപ്പം അതിൽ നിന്നാണ് നത്സറൈറ്റ് അല്ലെങ്കിൽ നത്സറീനോ ഒക്കെ വരുന്നത്. നത്സറീനോ. അപ്പൊ അതാണ് നമ്മൾ മലയാളത്തിൽ നസ്രായൻ എന്ന് വിളിക്കുന്നത്. ചിലത് അല്ലെങ്കിൽ നാസറൈറ്റ് വ്രതക്കാരൻ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല, ഈ ഒരു മുള അത് ഈശോയുടെ രാജ്യത്വം, ഈശോയുടെ രക്ഷകൻ, അതായത് വരാനിരുന്ന രക്ഷകനാണ്. കാരണം ഈ ഒരു യെശയ്യാ 11:1 എന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷകനെ കുറിച്ചുള്ള ഇന്നും അവരുടെ പ്രതീക്ഷ അതാണ്.
ഉം. അപ്പം പുതിയ നിയമം പറയുകയാണ് ഈ നത്സർ, ഈ ഒരു മുള, അത് പൂർത്തിയാകാൻ വേണ്ടിയാണ് അവന് നസ്രത്തിൽ പോയി താമസിച്ചത്. താമസം. അപ്പൊ അതാണ് ഇതിന് എക്സജേസിസ് എന്നാണ് ശരിക്കും ഈ ഒരു പ്രക്രിയക്ക് പറയുന്നത്. അതായത് ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഭയങ്കര പുതിയ അറിവാണ് അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം എടുത്തത്. കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കോണ്ടെക്സ്റ്റ് ആണ്. നമ്മൾ വായിച്ചു പോകുന്നെങ്കിലും നമ്മൾ ഒരിക്കലും ഇതിന്റെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ആ ഒരു സ്ക്രിപ്റ്റ് പാരലും അത് തമ്മിൽ വാക്കുകൾ തമ്മിലുള്ള റിലേഷനും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അച്ഛാ. അച്ഛാ, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഇതിനകത്ത് ചോദിക്കട്ടെ. അച്ഛൻ ഇതിന് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇതിനകത്ത്? അതായത് ഈ നമ്മൾ മുഴുവൻ നോക്കുമ്പോഴേ പഴയ നിയമം പുതിയ നിയമം ഇങ്ങനെ വിടഞ്ഞ് ഇറക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഓരോന്നും പുതിയ നിയമത്തിലെ ഓരോ കാര്യവും ഇങ്ങനെ പഴയ നിയമത്തിന് ഇങ്ങനെ എടുത്തു വരുന്ന പോലെയാണ്. ഇങ്ങനെ വന്ന് വെക്കുന്നത് പോലെയാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെ അത് ആ പശ്ചാത്തലം മനസ്സിലായാലേ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. നമ്മള് യോഹന്നാൻ 20:19 ഈശോയുടെ മാറ് കുത്തി തുറക്കുന്നുണ്ടല്ലോ, മാറിടാം. അവിടുന്ന് വെള്ളവും, അത് നമുക്ക് ഇങ്ങനെ ചുമ്മാ വായിച്ചു പോകും. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. യോഹന്നാൻ എഴുതി വെക്കുകയാണ്, ഇത് ഞാൻ തന്നെ കണ്ടതാണ്, ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. കാരണം വേറെ ഒന്നിനും ഇതിനെക്കുറിച്ച് ഞാൻ സാക്ഷ്യപ്പെടും, കാരണം ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അതായത് യഹൂദരുടെ പാപപരിഹാര തിരുനാളില് അവര് 3 ആടുകളെ അല്ലെങ്കിൽ 3 മൃഗങ്ങളെ ബലി കഴിക്കും. ഒരു കാള, 2 ആട്. ഒരു ആടിനെ അവർ മരുഭൂമിയിലേക്ക് ആട്ടിപ്പായിക്കാനുള്ളതാണ് സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്നത്. ഈ കാളയെ അവർ ബലിയർപ്പിക്കാനുള്ളതാണ്. വേറൊരു ആടുണ്ട്, ആടിന്റെ രക്തമാണ് എല്ലാവരുടെ മേലും തളിക്കുന്നത്. വേഗത്തിൽ പറയാം. അപ്പൊ ഈ ആടിന്റെ രക്തം തളിക്കാനായിട്ട് എടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അവർ ഈ ആടിനെ തല കീഴായിട്ട് ഒരു കെട്ടിത്തൂക്കിയിടും. തല കീഴായിട്ട് ഒരു കെട്ടിത്തൂക്കിയിടും, ഒരു കമ്പിയെ. എന്നിട്ട് ഇതിന്റെ ഇവിടെ ഈ ഒരു കഴുത്തിനോട് ചേർന്ന് ഇങ്ങനെ കുത്തി താഴോട്ട് ഒരു കത്തിയെടുത്ത് കുത്തി ഇറക്കിയാണ് ഇത് എടുക്കുന്നത്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, അവരുടെ നിയമമുണ്ട്, ഇത് ചീറ്റാൻ പാടില്ല. അതിനവരെന്ത് ചെയ്യും? ഇതിനെ കുളിപ്പിക്കും, ഇതിനവര് വെള്ളം കോരി ഒഴിക്കും. വെള്ളം കോരി ഒഴിച്ചിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഒരു ഇതിലാണ് ഇങ്ങനെ ഒരാടിന്റെ ഇവിടെയാണ്. അത് അവരുടെ പാപം പോഷിക്കുന്ന കുഞ്ഞാടാണ്. അതായത് അവരുടെ തളിക്കുമ്പോഴാണ് പാപം മുഴുവൻ മോചിക്കുന്നത്. അപ്പൊ ഇതെടുക്കുന്നത് ഇങ്ങനെ നനഞ്ഞു കിടക്കുന്ന ഈ കുഞ്ഞാടിന്റെ ഇങ്ങോട്ട് ഒരു കത്തിയെടുത്ത് ഇങ്ങനെ കുത്തി ഇറക്കുകയാണ്. എന്നിട്ട് അതാണ് ശേഖരിക്കുന്നത്. അപ്പൊ അവർക്ക് കാണാം, ഇപ്പൊ ശേഖരിക്കുമ്പോൾ, കുത്തി ഇറക്കുമ്പോൾ ആ വെള്ളവും രക്തവും കൂടിയാണ് ആ പാത്രത്തിലേക്ക് വരുന്നത്. അപ്പൊ അവർക്കറിയാം. അപ്പൊ അവിടെ ആ ദേവാലയത്തിൽ ഇങ്ങനെ ഒരു കമ്പയിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ആ രക്തവും വെള്ളവും വരുന്ന കുഞ്ഞാടിനെ പോലെ തന്നെ ഇവിടെ ഈ കുരിശെ കിടന്നിട്ട് ഇങ്ങനെ ഈ രക്തവും വെള്ളവും വരികയാണ്. അത് തന്നെയാണ് ഇത്. അങ്ങനെയാണ് യോഹന്നാൻ പറയുക. അപ്പൊ ഇതും മനസ്സിലായി. അല്ലെങ്കിൽ നമ്മൾ ആ രക്തവും വെള്ളവും വന്നു, വെരി ഗുഡ്, അങ്ങനെ മനസ്സിലായി. പക്ഷെ അതല്ല, അവരന്ന് എല്ലാ വർഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ. അപ്പൊ അവർക്കത് അല്പം കൂടെ റിലേറ്റ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞ, നമ്മൾ ആ ഒരു പശ്ചാത്തലം നിൽക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് മനസ്സിലാവുക. യോഹന്നാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ കണ്ടു, അവിടെ കണ്ടതുപോലെ തന്നെ ഇവിടെയും കണ്ടു, ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതാണ് യോഹന്നാൻ പറയാൻ അവിടെ പറയുക. അപ്പൊ ഒരു കണ്ടിന്യൂറ്റി ധാരാളമായിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ആചാരം ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് യഹൂദന്മാർക്ക് ഇതിൽ പരം അടയാളമായിട്ട് കാണിക്കാനില്ല. എനിക്കൊണ്ട് അച്ഛൻ ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ അവന്റെ പാർശ്വത്തിൽ കുത്തിയപ്പോൾ രക്തവും ജലവും വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ റിയൽ മീനിങ് ആൻഡ് എസൻസ് ആക്ച്വലി കിടക്കുന്നത് പഴയ നിയമത്തിലെ കുഞ്ഞാടിന്റെ ബലിയിലോട്ടാണെന്നുള്ളത് ആ ഒരു സ്ക്രിപ്റ്റ് പാരലൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ വിശ്വാസവും, അല്ലെങ്കിൽ മിശിഹ ക്രിസ്തുവാണ് എന്നുള്ളതിനപ്പുറം തെളിവുകളില്ല, അല്ലെങ്കിൽ ജീസസ് ഈസ് ദ മെസയ എന്നുള്ളതിനുള്ള ആ ഒരു ഉറപ്പാണ് അച്ഛൻ. അച്ഛാ, അതുപോലെ ലൂക്ക് 13:6. മുന്തിരിത്തോട്ടത്തിൽ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മുന്തിരിത്തോട്ടത്തിൽ എന്തിനാണ് അത്തിവർഷം? അതെ, അവൻ രൂപം പറഞ്ഞു, ഒരു മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. എന്തിനാണ് മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത് എന്നുള്ളത് സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
ഉം. അപ്പൊ ഇന്നും നിങ്ങൾ ഇസ്രായേൽക്കാരാണല്ലോ അവരെ ഈ ഒരു കൃഷി രീതിയിൽ ഏറ്റവും നൂതനമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതെ. ഇന്നും അവർ ഉപയോഗിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഓക്കെ. ട്രെല്ലീസിംഗ് എന്നാണ്. ട്രെസ്ലിംഗ് എന്നല്ല, ട്രെല്ലീസിംഗ്. ഓക്കെ. അതിന്റെ ഇതെന്താന്ന് ചോദിച്ചാല് ഏറ്റവും മുന്തിയ തരം വീഞ്ഞ് കിട്ടുന്ന മുന്തിരി വിളയുന്നത് ഈ അത്തിമരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്തിമരത്തിൽ കയറ്റിവിടുന്ന മുന്തിരിയിലാണ്. ഓ, അത് ശരി. അത്തിമരത്തിൽ കയറ്റിവിടുന്ന മുന്തിരി ഉണ്ടാകുന്ന വീഞ്ഞ് അത് വളരെ വിശിഷ്ടമാണ്. ഉം. ഇന്ന് ട്രെലീസിങ് അപ്പം നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ഇത് ചെയ്ത് ചെയ്ത് നോക്കാവുന്നതാണ്. ട്രെലീസിംഗ് എന്നാണ് അതിന്റെ പേര്. ഉം. അപ്പൊ അന്ന് അവർ 2000 വർഷം മുമ്പ് അവർ ചെയ്തിരുന്നതാന്ന് ഓർക്കണം. അപ്പൊ ഉം. 2000 വർഷം മുമ്പ് അവര് അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചിട്ട് പറ്റിച്ച് അതില് മുന്തിരി വിളയിക്കും. അതാണ് ഏറ്റവും ഏറ്റവും അത്രയും മനോഹരം അല്ലെങ്കിൽ അത്രയും സ്വാദിഷ്ടമായ വീഞ്ഞ് കിട്ടുന്ന മുന്തിരി. അതുകൊണ്ടാണ് ഇവിടെ മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ അവർക്ക് പോകുന്ന വഴിക്ക് എല്ലാം കാണാവുന്ന കാര്യം. അതിന്റെ അർത്ഥം അത്ര പ്രധാനപ്പെട്ടതാണ്, അത്ര ശാസ്ത്രീയമായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. ഓ, എനിക്ക് അച്ഛനത് പറയുമ്പോൾ മനസ്സിലാവുന്ന അതിന്റെ ഒരു കുറച്ചും കൂടി സ്പിരിച്വൽ ആൻസർ എന്ന് പറഞ്ഞാൽ അതിൽ പഴമുണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. കാരണം അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ഭയങ്കര ഭയങ്കര എന്താ പറഞ്ഞ ഒരു വലിയൊരു ഔട്ട്പുട്ട് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഫ്രൂട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ് അല്ലേ ശരിക്കും? അത് അല്ലേ? വളരെ വളരെ പറഞ്ഞാല് നമ്മളൊരു അത്ര എഫോർട്ട് എടുക്കുകയും അത്രയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു ഇതാണ്, ഒരു മേഖലയാണ് ആ ഒരു മുന്തിരിത്തോട്ടവും അത്തിവൃക്ഷവും എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. ഓക്കെ. ഓക്കെ, മനസ്സിലായി. ഓക്കെ. ഓക്കെ അച്ഛൻ, ഞാൻ ഒരു ചോദ്യം കൂടെ. അതുപോലെ നമ്മുടെ ഈ മത്തായി 9:3 113 ചോദ്യമാണ് അച്ഛൻ. 9:3. ഓക്കെ. 9:3 ചോദ്യം ചോദ്യം ഇതാണ് അച്ഛൻ. പറഞ്ഞോ. അപ്പോൾ നിയമജ്ഞർ ചിലർ പറഞ്ഞു, നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. യഹൂദർക്ക് എന്തായിരുന്നു ദൈവദൂഷണം? അതായത് ഈശോയുടെ തളർവാദ രോഗിയുമായിട്ട് ബന്ധപ്പെടുത്തിയ തളർവാദ രോഗികളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അതെ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാ ദിവസവും കുമ്പസാരം ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ അതിനെ ലാഘവത്തോടെ എടുക്കുന്നത്. പക്ഷെ യഹൂദർക്ക് വർഷത്തിൽ ഒരു കുമ്പസാരമേ ഉള്ളൂ. അതാണ് യോം കിപ്പൂർ. ഇന്നും ഉള്ളത് അവർക്കാണ് യോം കിപ്പൂർ, അല്ലെങ്കിൽ പാപപരിഹാര ദിനം. അപ്പൊ അന്നാണ് അവരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ അനുവാദമുള്ളൂ. അന്ന് മാത്രമേ അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയുള്ളൂ. ഒന്നാമത്തെ ദൈവദൂഷണം. പ്രധാന പുരോഹിതൻ വന്നിട്ടൊരു മൃഗത്തെ എടുത്ത് നിർത്തി അല്ലേ? അതെ. അതിന് മുമ്പ് നമ്മൾ കണ്ട ഒന്ന് രക്തം തളിക്കുന്നു, പിന്നെ ഒരു ആടിനെ അവർ ഇതിലേക്ക് എല്ലാ പാപങ്ങളും തലയെ വെച്ചിട്ട് മരുഭൂമിയിലേക്ക് മാറ്റിപ്പായിക്കുന്നു. അന്ന് മാത്രമേ അവിടെ പാപം ക്ഷമിക്കാനായിട്ട് അനുവാദമുള്ളൂ. രണ്ട്, ദൈവത്തിനെ പാപം ക്ഷമിക്കുക. അതായത് യാഹ്വേ എന്ന വാക്ക് വർഷത്തിൽ ഒരിക്കൽ പ്രധാന പുരോഹിതൻ മാത്രമേ അവർക്ക് ഉപയോഗിക്കാനായിട്ട് അനുവാദമുള്ളൂ. കാരണം നമുക്കറിയാം, യാഹ്വേ ആണോ യഹോവയാണോ നമുക്കറിയില്ല. കാരണം എന്താണ്? ഇതവർ നമുക്ക് പറഞ്ഞു തരാനായിട്ട് അവർക്ക് അനുവാദമില്ല. കാരണം ആ വാക്ക് നമുക്ക് പറഞ്ഞു തന്നാലല്ലേ അതുകൊണ്ട് നമുക്കത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് യാഹ്വേ എന്നും യഹോവ എന്നും ഒക്കെ മാറി മാറി പറയുന്നത്. കാരണം അത് വർഷത്തിലൊരിക്കല് പാപപരിഹാര ദിനത്തില് അതിവിശുദ്ധ സ്ഥലത്ത് കയറിയിട്ട്, അത് തിരുശലയ്ക്കുള്ളിൽ കയറിയിട്ട് വർഷത്തിൽ ഒരിക്കലേ ഈ വാക്ക് ഉപയോഗിക്കുകയുള്ളൂ. ആ പാപപരിഹാര ദിനത്തിലാണ്, അന്നാണ് പാപപരിഹാരം ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് ഇവിടെ ആ ദിവസം എന്ന പോലെ ഇവിടെ പാപം മോചിക്കുകയാണ് ഈശോ. അപ്പോ ഒന്ന് ദൈവത്തിന്റെ ആ ഒരു ഇതിലേക്ക് യാഹ്വേക്ക് മാത്രമേ പാപം മോചിക്കാനുള്ള അധികാരമുള്ളൂ. അതിലേക്ക് ഈശോ ഉയർത്തപ്പെടുകയാണ്. അവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. വേറൊരു ദിവസം പാപം മോചിക്കുക എന്ന് പറയുന്നത്. കാരണം ആ ഒരു ദിവസം ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് അവർക്ക് ഏറ്റവും വലിയ ഇതാണ്, ബ്ലാസ്ഫമിയാണ്, ദൈവദൂഷണമാണ്. ബാക്കി എന്തും അവർ സഹിക്കും. പക്ഷെ ഈ ദൈവത്തിന്റെ പേരുപയോഗിക്കുക അല്ലെങ്കിൽ പാപം ക്ഷമിക്കുക, ഇതൊക്കെ ഒന്നും അവർ സഹിക്കുകയല്ല. അവർക്ക് സഹിക്കാൻ. അതുകൊണ്ടാണ് അവര് ദൈവദൂഷണമാണെന്ന് പറഞ്ഞത്. എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വിശുദ്ധ ബൈബിളിൽ സുവിശേഷം മൊത്തവും വചനം 1 by 1 പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ദൈവം ആണ് എന്നുള്ളതാണ്. അതാണ് ഇത്
ഇത് ഇവര് നൂറ്റാണ്ടുകളായിട്ട് പ്രദർശിച്ചുകൊണ്ടിരുന്ന രക്ഷകൻ യേശുക്രിസ്തുവാണ് എന്ന് പറയാം. അതിനുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ എഴുതി കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായോ സർ? പക്ഷെ ഇത്ര മനോഹരമായിട്ട് ഈ ഒരു നമ്മൾ പല തലത്തിൽ കൂടെയും കടന്നു വന്നിട്ട് അതിന്റെ വ്യാഖ്യാനങ്ങളിൽ കൂടെ ഇങ്ങനെ പറയുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിന്റെ ഒരു അന്തസത്ത ഇത്ര സ്ട്രോങ് ആയിട്ട് സുവിശേഷം നമ്മളെ കൺവേ ചെയ്യുകയാണ് മിശിഹയാണ് എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എഴുതിയിട്ടുണ്ട് അച്ഛാ. അച്ഛാ പിന്നെ അച്ഛാ ഈ ബുക്ക് നമ്മളിപ്പോ ഇതൊക്കെ ഒത്തിരി ഇതുപോലെ അനേകം ചോദ്യങ്ങളും അതിന് ഉത്തരവും ഈ ബുക്കിനകത്തുണ്ട് അച്ഛാ. ഇത് വായിച്ചപ്പോൾ എൻ്റെ ഒരു സംശയം, ഇതിനകത്ത് 4 സുവിശേഷങ്ങളുണ്ട് അച്ഛാ. വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്ത എന്താണ് അച്ഛാ പരിപാടി ഇതിന്റെ? അത് ദൈവം പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ കോറിന്തോസുകാർക്ക് ഇതിൽ ലേഖനമാണ് നമ്മളൊക്കെ ചെയ്യാനായിട്ട് ദൈവം ഈശോ തന്നത്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യം വായിക്കണം, ഒരുപാട് കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്യണം. അതുപോലെ നമുക്ക് ഇത് കാറ്റഗിസമാണ്, അപ്പൊ അത് രീതിയിൽ നമുക്ക് പറയണം. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ഇനിയും നമുക്ക് ഒരു 2-3 വർഷം എടുക്കും, ഒരെണ്ണം അല്ലെങ്കിൽ 2 വർഷങ്ങൾ എടുക്കും നമുക്കൊരു ലേഖനം ഒരെണ്ണം തീർക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പതുക്കെ തീർക്കാൻ പറ്റുള്ളൂ. ഒരാഴ്ച മുഴുവൻ നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കണം. അങ്ങനെ ഒരു പക്ഷെ പുതിയ നിയമം തീർക്കാൻ പറ്റുമായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാം. പിന്നെ ഇതാണ് നമുക്കറിയാം പൗലോസ് ശ്ലീഹായുടെ വാക്കുകള് അല്പം കൊണ്ട് നമുക്ക് ഗ്രഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. ഓരോ വാക്കിനും പ്രത്യേകിച്ച് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇത് നമുക്ക് ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രം പറയാനായിട്ട് സാധിക്കും. കാരണം ഈശോ ഒരു യഹൂദ പശ്ചാത്തലത്തിൽ, ഈശോയുടെ ഗലീലി ആണെങ്കിലും ജെറുസലേം ആണെങ്കിലും യഹൂദരുടെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അവിടെ ഈശോ ഇതിനിടയ്ക്ക് ജീവിച്ചിട്ടുള്ളൂ, വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ പൗലോസ് അങ്ങനെയല്ല. കൊറിന്തോസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് സംസ്കാരത്തിലുള്ള സ്ഥലമാണ്. റോമ എന്ന് പറയുന്നത് റോമൻ സംസ്കാരത്തിലുള്ള സ്ഥലമാണ്. അപ്പൊ ആ സംസ്കാരങ്ങളും എല്ലാം നമ്മൾ അതിന്റെ പശ്ചാത്തലവും എല്ലാം എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പൗലോസ് ഒരു യഹൂദനാണ്, ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട. അപ്പം യഹൂദ വിദ്യാഭ്യാസം കിട്ടിയതാണ്. അപ്പം അദ്ദേഹത്തിന് യഹൂദ പശ്ചാത്തലമുണ്ട്. അദ്ദേഹം ഗ്രീക്ക് സംസ്കാരത്തിൽ പഠിച്ചു വന്ന ആളാണ്. അപ്പൊ ആ പശ്ചാത്തലമുണ്ട്. ഇത് പിന്നെ സഭ വളരുകയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങള് നമ്മൾ എടുക്കാനായിട്ട്. അപ്പം അതിന്റെ ഓരോ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 2-3 വർഷത്തിനുള്ളിൽ നമുക്ക് അടുത്തത് നമുക്ക് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാൽ, ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം. ഒത്തിരി സന്തോഷമുണ്ട് ചാച്ചാ. ഈ ബുക്ക് നമുക്കിപ്പോൾ എവിടെയാണ് ചാ വാങ്ങിക്കാൻ അവൈലബിൾ ആയിട്ടുള്ളത്? ഓൺലൈൻ വഴിയാണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റോറുകളോ ആണെങ്കിലും ഇപ്പോൾ എവിടെയായിരിക്കും നമുക്കിത് ഏറ്റവും പെട്ടെന്ന് മേടിക്കണമെങ്കിൽ എവിടെയായിരിക്കും നമുക്ക് കിട്ടുക? അങ്ങനെ ഒരു പബ്ലിസിറ്റി ഒന്നും അങ്ങനെ കൊടുത്തില്ല. കാരണം ഇത് ബൈബിൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ബൈബിള് ഇനിയും നമുക്ക് പുതിയൊരു ബൈബിൾ കിട്ടണം. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി മാറ്റങ്ങളൊന്നും വലിയ വരാനില്ല. കാരണം ഇത് ഇനിയും ആവശ്യങ്ങള് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിച്ചാൽ, കാരണം ഇത് ഇനിയും വർഷങ്ങൾ നിന്നുകൊള്ളും. അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പം കോട്ടയം ദീപിക ബുക്ക് ഹൗസിലാണ് ഉള്ളത്. ഇത് പിന്നെ നമ്മുടെ ഐറിൻ ബുക്സ്, നമ്മുടെ സോഫിയ ബുക്സുകാരാണ് കോഴിക്കോട്, നമ്മുടെ ശാലം, അവരാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അവിടെ ലഭ്യമാണ്. പിന്നെ കോട്ടയത്ത് കോട്ടയത്ത് ഉള്ള ദീപിക ബുക്ക് ഹൗസിൽ ലഭ്യമാണ്. അതോടൊപ്പം ഈ തൃശ്ശൂരുള്ള കത്തോലിക്കൻസ് അവര് ഇത് ഇഷ്ടപ്പെട്ടിട്ട് അവര് കുറച്ച് മേടിച്ച് അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ കാഞ്ഞിരപ്പള്ളി, കോട്ടയം, പാല ഭാഗത്തുള്ള 1-2 ബുക്ക് സ്റ്റോളുകളിലും ഇത് ലഭ്യമാണ്. അപ്പോൾ എനിക്കൊന്ന് ഓൺലൈൻ ആണെങ്കിൽ കത്തോലിക്കൻസിനകത്തും ഉണ്ട്, നമ്മുടെ sofiabai.com നമുക്ക് ഇത് മേടിക്കാം. sofiabai.com ഉണ്ട് ഓൺലൈനായിട്ട് മേടിക്കാനായിട്ട്. താങ്ക് യു അച്ഛാ, താങ്ക് യു അച്ഛാ. അച്ഛൻ്റെ ഒത്തിരി സമയം എടുക്കുന്നില്ല അച്ഛാ. ഒത്തിരി സന്തോഷമുണ്ട് അച്ഛൻ ഇന്ന് ഞങ്ങളുടെ കൂടെ, അതായത് ഞങ്ങളുടെ ഓഡിയൻസിന് അച്ഛൻ്റെ ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും. മാത്രമല്ല ഇത് ഡാനിയൽ അച്ഛനും കൂടെ റെക്കമെൻഡ് ചെയ്തത് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബൈബിൾ ടീച്ചറും കൂടെയാണ് ഡാനിയൽ അച്ഛൻ. അച്ഛൻ തന്നെ ഇത് വായിക്കാൻ പറഞ്ഞപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അച്ഛൻ നമ്മളിവിടെ വന്ന് സ്പെൻഡ് ചെയ്യും. നമ്മുടെ പ്രേക്ഷകർക്ക് അച്ഛൻ ഇത് പറഞ്ഞതിന് അവർക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അച്ഛൻ ഡാനിയലച്ഛൻ്റെ ഇതില് ഇംഗ്ലീഷിലേക്ക് ഇത് തർജ്ജമ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ഓഡിയൻസിന് അത്യാവശ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ, ഒരു സയന്റിഫിക് അല്ല, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ അത് ഡാനിയലച്ഛൻ്റെ ഒക്കെ നേതൃത്വത്തില്
അത് നടക്കുന്നുണ്ട്. അപ്പം ഓൺലൈനായിട്ടൊക്കെ ഒരുപക്ഷെ അത് അവൈലബിൾ ആയിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പം അത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതപ്പോൾ ഒരു വൈഡർ കമ്മ്യൂണിറ്റിയിലോട്ട് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാനും പറ്റും, അല്ല, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ. അച്ഛാ ഒത്തിരി സന്തോഷമുണ്ട് അച്ഛാ. അച്ഛാ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us ഇൻ ടു ദിസ് ടോക്ക്. അച്ഛനൊന്ന് ഞങ്ങളുടെ ഓഡിയൻസിനെ നമ്മുടെയൊക്കെ ഒന്ന് ബ്ലസ് ചെയ്തൊന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അച്ഛാ. താങ്ക് യു സോ മച്ച് ഫോർ. കർത്താവായ ഈശോയെ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് എപ്പോഴും പാദങ്ങൾക്ക് വിളക്കും വലിയ പ്രകാശവുമാകാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വചനത്തെ സ്വീകരിക്കാനും വചനത്തിന് വിളിച്ചു നടക്കാനും യേശുക്രിസ്തു ഏകരക്ഷകനാണ് എന്ന് ലോകത്തോട് പ്രഘോഷിക്കാനും ഞങ്ങളെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാലാഹമാരെ വിശുദ്ധ സ്വർഗീയമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ, കാവലായിരിക്കണമേ. സ്വർഗത്തിന്റെ വലിയ ആശീർവാദം ഞങ്ങൾക്ക് വേണ്ടി മരിച്ച പിതാവ് പുത്രനായ ക്രിസ്തുവിന്റെ മഹത്വത്തില് ഞങ്ങളെ മകുകാരാക്കുന്ന പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ വലിയ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. താങ്ക് യു അച്ഛാ. താങ്ക് യു സോ മച്ച്.